ആദിയുടെയും തുളസിയുടെയും കാര്യമാണോ? ജീവിതകാലം മുഴുവൻ ഓർക്കാൻ അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. തുളസിയെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നത് മറ്റാരുമല്ല, ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ അനിയനാ. ജീവിതത്തിൽ അവൾക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഈ സങ്കടപ്പെട്ടിരിക്കുന്ന അമ്മാവനെ പോലും വിവാഹത്തോടെ അവള് കണ്ടാൽ അറിഞ്ഞില്ലെന്ന് വരും. എടോ, താൻ പറയുന്ന പോലെയൊന്നും അല്ല. തുളസിക്ക് ആദ്യം വെച്ച ജീവനാ. അവനെ വിട്ട് മറ്റൊരാളെ വിവാഹം ചെയ്യാൻ തുളസി തയ്യാറാവില്ല. തയ്യാറാക്കേണ്ട ചുമതല പ്രസാദേട്ടന്റേത് കൂടിയാ. അതിനുപോലും എനിക്ക് കഴിയുന്നില്ല. ചിലപ്പോ തോന്നും എല്ലാ സത്യങ്ങളും തുളസിയോടെങ്കിലും പറയണമെന്ന്. എന്ത് സത്യം? അവളും ആദ്യമായിട്ടുള്ള വിവാഹം നടന്ന അവളുടെ അമ്മയ്ക്ക് മരണം സംഭവിക്കുമെന്ന് ജ്യോത്സ്യം പറഞ്ഞതോ? അതെ. പ്രസാദേട്ടൻ എന്താ ഭ്രാന്തുണ്ടോ? എടോ, എനിക്ക് പറയാനുള്ളത് പറയാതെ ഞാൻ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്ന തുളസി മോളുടെയും പ്രിയയുടെ ഉള്ളില് പിന്നെ ശത്രുത മാത്രമേ ബാക്കി കാണൂ. വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട. പ്രസാദേട്ടന്റെ സത്യസന്ധത വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അത് തുളസിയും ശ്രീഹരിയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം അയക്കോ. അതുകൊണ്ട് എത്രയും വേഗം അവരുടെ വിവാഹം ഒന്ന് നടത്തിക്കൊടുക്കും. ആദിയെ കൊണ്ട് തുളസിയെ വിവാഹം കഴിപ്പിച്ചാ വരാൻ പോകുന്ന ദുരന്തം അത് താങ്ങാൻ പ്രസാദേട്ടനോ എനിക്കോ കഴിയില്ല. അതുകൊണ്ട് ഇപ്പൊ വന്നിരിക്കുന്ന ഈ മഹാഭാഗ്യത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക നമ്മൾ ചെയ്യേണ്ടത്. തുളസിയെ ശ്രീഹരി വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കാൻ ഒന്നുമില്ല. ജോത്സ്യന്റെ പ്രവചനകാര്യം നമുക്ക് എല്ലാവരോടും തുറന്നു പറയാം. അതറിയുമ്പോ പ്രിയയും തുളസിയെല്ലാം പ്രസാദേട്ടന്റെ കാലിൽ വന്ന് വീഴും. അതുകൊണ്ട് വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ തുളസിയും ശ്രീഹരിയുമായിട്ടുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. അപ്പോ കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ നടക്കട്ടെ. ഞാൻ മാഡത്തിനെ വിളിക്കാം. വിളിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ വരണം. തീർച്ചയായും. ഇനിയും വൈകിക്കരുത്. ആ, നിന്റെ കാര്യം ചോദിക്കാൻ മറന്നു. നിനക്ക് തുളസിയെ ഇഷ്ടമായോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ തന്നെ മറുപടി പറയാലോ. അതല്ല അതിനും കാത്തിരിക്കണോ? ഇപ്പൊ തന്നെ മറുപടി പറയാം. അത് എന്താണെങ്കിലും തുറന്നു പറ. അതെ, ഹരിയുടെ ഇഷ്ടമാണല്ലോ ആദ്യം അറിയേണ്ടത്. എന്തിനാ മടിക്കുന്നത്? തുറന്നു പറയടാ. നിനക്ക് തുളസിയെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? പറ. അത് കഴിഞ്ഞിട്ട് വേണം തുളസിക്കൊരു ഡിസിഷൻ എടുക്കാൻ. എനിക്കിഷ്ടപ്പെട്ടു. അത് പറയാൻ ഇത്രയും സസ്പെൻസ് ഇടേണ്ട കാര്യമുണ്ടോ? കേട്ടല്ലോ, ചെറുക്കന് പെണ്ണിനെ ഇഷ്ടമായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞാ നമുക്ക് ഈ വിവാഹം ഉടനെ നടത്താം. ശ്രീഹരി പറഞ്ഞ അതേ മറുപടിയാണ് ഞാൻ തുളസിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇറങ്ങട്ടെ? ശരിയെന്നാ, വാ. ആദ്യം അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്.
എന്താ വേണ്ടത്? അവനെ തുറന്നു വിടണോ? പിടിച്ചടച്ചത് താനല്ലേ, എന്താന്ന് വെച്ചാ ചെയ്യ്. ആ കുറ്റം എന്റെ പേരിലാണോ ചാർത്തി തരുന്നത്? ഞാനൊരു നല്ല കാര്യമല്ലേ പ്രസാദേട്ട ചെയ്തത്? ആദ്യം അപ്പ അകത്തിട്ട് വാതിലടച്ചില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കുമായിരുന്നു. പ്രസാദേട്ടന് പോലും അവൻ നാണക്കേട് ഉണ്ടാക്കില്ലേ? ഇനി അവനെ തുറന്നു വിടുമ്പോ അവനുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് താൻ ആലോചിച്ചോ? അതെന്ത് തന്നെ ആയാലും ഇപ്പോഴവൻ ഉണ്ടാക്കിയേക്കാവുന്നതിന്റെ അത്രയും വരില്ല, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. എങ്കിൽ തുറന്നു കൊടുക്ക്, അവൻ എവിടേക്കാന്ന് വെച്ചാ പോട്ടെ. അതിന് ഞാനല്ലല്ലോ അടച്ചത്. ചേച്ചി, ദുർഗേച്ചി പോയി ചേച്ചി, അവര് പോയി. വന്നവർക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, അവര് തിരിച്ചു പോവുകയും ചെയ്തു. ഓ, ഇതിനൊരു രഹസ്യാന്വേഷണ വിഭാഗത്തെ ഏർപ്പെടുത്തിയിരുന്നു. പിന്നല്ലാതെ ഇതൊക്കെ പോലീസുകാർക്ക് മാത്രമേ നടക്കുന്നാണോ വിചാരം? സാർ അസിസ്റ്റന്റ് കമ്മീഷണർ ആണെങ്കിലേ ഇത് ഒറിജിനൽ കമ്മീഷണറാ. സുരേഷ് ഗോപിയുടെ പവറാ ദുർഗേച്ചിക്ക്. എന്തൊക്കെയായി കാണിക്കുന്നത്? എന്റെ ചേച്ചി, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ, അതുകൊണ്ടാ. ഇനിയെങ്കിലും ആ കൂട്ടിലിട്ടതിനെ തുറന്നു വിട്. അതാരേ സാറേ കൂട്ടിലിട്ടത്? നിന്റെ ഈ സുരേഷ് ഗോപിയോടൊന്ന് ചോദിക്കേ. ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട്. അല്ല, കിളിയാണോ അതോ മുയലിനാണോ? അയ്യോ, ആദിമോനല്ലേ ദുർഗേച്ചി? എന്താ ചേച്ചി? അകത്ത് ശബ്ദമൊന്നുമില്ലല്ലോ. അയ്യോ, ആദിമോൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടാവോ? അയ്യോ, മൊത്തം കൊളാക്കിയല്ലോ ഇവൻ. അതെ, എന്തിനാ വാതിൽ പറഞ്ഞേ? അടച്ചിട്. എന്നെ അകത്താക്കി വാതിലടച്ച് ആ താക്കോലങ്ങ് വലിച്ചെറിഞ്ഞ് കള. ഞാൻ ഇതിനകത്ത് ശ്വാസം മുട്ടി അങ്ങ് മരിക്കട്ടെ. നിനക്ക് ഈ അമ്മയെ വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. അതറിയാതെ അല്ല ഞാൻ നിന്നെ വാതിലടച്ച് പൂട്ടിയത്. അപ്പോ ഞാൻ ചാവണമെന്ന് ഉദ്ദേശിച്ചു തന്നെയാ. നീ കാരണം തുളസിയുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അവിടെ അവള് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയതാ. അത് തടയാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. അവളുടെ മുമ്പിൽ തോറ്റു പോവേണ്ടവനല്ല നീ. ഇത്ര ഭംഗിയായിട്ടൊരു കാര്യത്തിനെ ന്യായീകരിക്കാൻ അമ്മയ്ക്ക് മാത്രമേ പറ്റൂ. ആദ്യം തുളസിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളെ വിവാഹം കഴിക്കുകയും ചെയ്യും. അത് മന്ത്രിയുടെ അനിയനല്ല, പ്രസിഡന്റിന്റെ അനിയനായാലും ആദ്യം തുളസിയുമായിട്ടുള്ള വിവാഹം നടക്കുള്ളൂ. ആ സ്വപ്നം നീ അങ്ങ് മാറ്റിവെച്ചേക്ക്. ഈ ജന്മത്തിൽ നീയും തുളസിയും തമ്മിലുള്ള വിവാഹം നടക്കുന്ന സ്വപ്നത്തിൽ പോലും കരുതണ്ട. അതങ്ങ് മാറ്റിവെക്കുന്ന നിനക്ക് നല്ലത്. ഞങ്ങളെ തടയാന്നുള്ള സ്വപ്നെ കമ്മീഷണർ അങ്ങ് മാറ്റി വെച്ചേക്ക്. അയ്യോ, പ്രസാദേട്ട, ദുർഗേച്ചി. ഒന്നേ ഉള്ളൂന്നൊന്നും ഞാൻ നോക്കില്ല. ധിക്കാരം കാണിച്ച വീട്ടിൽ നുറുക്ക് ഞാൻ നിങ്ങൾക്ക് എന്നെ അടക്കി നിർത്താൻ പറ്റില്ല. ഒറ്റൊന്നും ഞാൻ നോക്കട്ടോ. സാറേ, വേണ്ട. ധിക്കാരം പറയുന്നത്. പ്രസാദേട്ട, എടാ, നിനക്ക് നിന്റെ അച്ഛനേക്കാളും വലുതാണോടാ ആ പെണ്ണ്? എന്നെ സ്നേഹിക്കാത്ത അച്ഛനേക്കാൾ വലുത് എനിക്ക് എന്നെ സ്നേഹിക്കുന്ന തുളസിയാ. ആദിമോനെ, നീ എന്തൊക്കെയായി പറയുന്നേ? പറയട്ടെ, ഇവനെ സ്നേഹിച്ച് വളർത്തി വലുതാക്കി ഇത്രത്തോളം ആക്കിയില്ലേ? എന്നെ മാത്രമല്ലല്ലോ അച്ഛൻ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയത്. ഒരേ സമയം തുളസിയെ എന്റെ ഒപ്പം വളർത്തിയിരുന്നു. എന്നിട്ടിപ്പോ അവളെ വേണ്ടെന്ന് പറഞ്ഞാലേ പറ്റില്ല എന്നെ കൊണ്ട്. എടാ, നിന്നെ അവൾക്ക് വേണ്ട. പക്ഷെ നിന്റെ അച്ഛന് നിന്നെ വേണം. എന്നെ വേണ്ടെന്ന് വെച്ചതേ തുളസിയല്ല. ഞങ്ങളെ അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കുക എല്ലാരും. എല്ലാവരും അല്ല, നീ നിന്റെ അമ്മയെക്കാളും സ്നേഹിക്കുന്ന പ്രിയാന്റിയും നിന്റെ അങ്കിളും. മന്ത്രി കസേര കണ്ടപ്പോ ഭ്രമിച്ചു പോയതേ അവരാ. അതിന്റെ പേരിൽ നീ നിന്റെ അച്ഛന്റെ ശാപം ഏറ്റുവാങ്ങണ്ട. മന്ത്രിയല്ല, ആര് വന്നാലും തുളസിയെ ഞാൻ വിട്ടുകൊടുക്കില്ല. ആദി, നിന്നെ, നീ ഇതെങ്ങോട്ടാ പോകുന്നേ? തുളസിയുടെ വീട്ടിലേക്കാണോ? അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അവിടെ പെണ്ണ് കാണാൻ ചടങ്ങൊക്കെ അവസാനിച്ചു. ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടാവുകയും ചെയ്തു.
ഇനി വെള്ളമെല്ലാം ഒഴുകിപ്പോയെടുത്ത് തടയിടാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്നെ വിവാഹം ചെയ്യാൻ തുളസിക്കോ അവളുടെ അച്ഛനോ അമ്മയ്ക്കോ താല്പര്യമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു പെണ്ണുകാണൽ ചടങ്ങ് നടക്കില്ലായിരുന്നു. അച്ഛന്റെ സ്നേഹത്തിനൊപ്പം തൂക്കി നോക്കിയിട്ടും നീ വലുതെന്ന് പറഞ്ഞ തുളസിയില്ലേ, നിന്റെ കാമുകി, നിന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ മന്ത്രിയുടെ അനിയന്റെ മുമ്പിലേക്ക് അവള് ചായയുമായിട്ട് ചെല്ലില്ലായിരുന്നു. അത് കണ്ടപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി ആദിമോനെ. എടുത്തുചാട്ടം കൊണ്ട് വന്നേക്കാവുന്ന വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. എനിക്കൊരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് തുളസിമോളെ ഇഷ്ടപ്പെടരുതെന്ന്. ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. ആ പയ്യന് തുളസിമോളെ ഇഷ്ടപ്പെടാതിരുന്നാലും മതിയല്ലോ എന്ന്. നോക്കുമ്പോ അവനാണ് ഗായത്രി ടീച്ചറിനേക്കാൾ തുളസിമോളെ ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു. തുളസിയാണെങ്കിൽ ഒന്നും പറഞ്ഞതുമില്ല. അവളോട് ഞാനാണ് പറഞ്ഞത് തൽക്കാലം ഒന്നും പറയണ്ടെന്ന്. നമുക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ഒഴിവാക്കാൻ തുളസി എന്നോട് പറഞ്ഞിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ച ജയേട്ട സത്യം പറയോ? ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? ജയേട്ടന്റെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരി ഇഷ്ടോ താല്പര്യോ ആ മന്ത്രിയുടെ അനിയനോടുണ്ടോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞോ? അല്ല, ആദി നമ്മുടെ മകനാണെന്നുള്ള കാര്യം ജയേട്ടൻ മറന്നു പോകുന്നുണ്ടോന്നൊരു തോന്നൽ. ആദ്യ മോൻ തുളസിയെ തന്നെ വിവാഹം കഴിക്കണം, അല്ലാതെ എന്റെ മനസ്സിൽ മറ്റൊരു ചിന്തയില്ല. ചിന്ത ഉണ്ടാവുകയും ഇല്ല. പിന്നെന്തിന് അവരോടൊരു മറുപടി പറയാൻ വൈകുന്നത്? ആദ്യം നമ്മുടെ മകനാണ് എന്ന് ഓർക്കുന്നതിനോടൊപ്പം തന്നെ തുളസി നമ്മുടെ മകളല്ല എന്ന കാര്യവും നമ്മൾ ചിന്തിക്കണം. അവള് പ്രസയുടെയും ദുർഗേച്ചിയുടെയും മകളാണ്. അവൾക്ക് വേണ്ടി തീരുമാനമെടുക്കേണ്ടവർ പ്രസയും ദുർഗേച്ചിയുമാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ ഒരു പിഴവ് പറ്റിയാൽ അത് ദുർഗേച്ചിയോടും പ്രസയോടും നമ്മൾ ചെയ്യുന്ന തെറ്റായി മാറും. അപ്പോ ആദിയും തുളസിയും അവരുടെ ഇഷ്ടമല്ലേ നടക്കേണ്ടത്? അതല്ലേ നമ്മൾ നടത്തി കൊടുക്കേണ്ടത്? എല്ലാം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ആലോചിക്കാം. ഇനി ആലോചിക്കാനോ? ആദ്യമോൻ ആകെ ടെൻഷനില്ല. ഇവിടെ പെണ്ണുകാണൽ ചടങ്ങ് നടന്നു എന്നുകൂടി അവൻ അറിയാനിടയായ പിന്നെ എന്തൊക്കെ അവൻ കാട്ടിക്കൂട്ടെന്ന് അറിയില്ല. പെണ്ണുകാണൽ ചടങ്ങ് നടന്നു എന്ന് കരുതി വിവാഹവും നടന്നിട്ടില്ലല്ലോ. നമ്മൾ തീരുമാനമൊന്നും അറിയിച്ചിട്ടുമില്ല. അവന്റെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് സങ്കടം. നീ വിഷമിക്കാതിരിക്ക. എല്ലാത്തിനും എന്തെങ്കിലും ഒരു വഴി ദൈവം കണ്ടുവച്ചിട്ടുണ്ടാവും. ആദ്യം തുളസിയെ ഒന്നിക്കുമെന്നല്ലേ സ്വയംവര പൂജയിൽ തെളിഞ്ഞത്. ആ ഒരു ആശ്വാസത്തിലാണ് ഞാൻ. ഞാനും എന്റെ പ്രസാദേട്ടാ, ഇതിൽ ഇത്ര മാത്രം ആലോചിക്കാനൊന്നുമില്ല. സ്നേഹിച്ച പുരുഷനെ വിവാഹം കഴിക്കാൻ പറ്റാതെ പോകുന്ന ആദ്യത്തെ പെണ്ണൊന്നും അല്ല തുളസി.
ആദിയുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. അവരോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ മനഃപൂർവ്വം അവരെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും ആദിക്ക് തുളസിയെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ സമ്മതിക്കുകയില്ല. ആ സ്ഥിതിക്ക് ദൈവമായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു അവസരമായത്. ഇത്രയും നല്ലൊരു ബന്ധം തുളസിക്ക് വേണ്ടി കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമായിരുന്നു. എടോ, താൻ പറയുന്നതെല്ലാം ശരിയാണ്. പക്ഷേ പ്രിയയുടെയും ജയന്റെയും തീരുമാനം എന്താണെന്നറിയാതെ മരുമക്കളുടെ വിവാഹക്കാര്യത്തില് അമ്മാവന്മാരാ തീരുമാനം അറിയിക്കേണ്ടത്. ജയനും പ്രിയയെ അഭിപ്രായങ്ങളൊന്നും അറിയിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് പ്രസാദേട്ടൻ ചെന്ന് പ്രസാദേട്ടന്റെ അഭിപ്രായം മന്ത്രിയെ അറിയിക്ക്. ഏയ്, എന്റെ അഭിപ്രായത്തിന് അവിടെ വില കാണില്ല. അമ്മാവന്മാരുടെ കാലമൊക്കെ പോയി. തുളസിയും പ്രിയയും ജയനും എല്ലാം മന്ത്രിയുടെ അനിയനുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് വെക്കണമെങ്കിൽ അതിനൊരു കാരണം വേണ്ടി വരുമല്ലോ. മന്ത്രി അവരോട് എന്തുകൊണ്ട് ബന്ധം വേണ്ടാന്ന് വെക്കുന്നു എന്ന് ചോദിച്ചാ അവരെന്തായിരിക്കും മറുപടി പറയാ? അത് ആദ്യമായുള്ള വിവാഹം നിശ്ചയിച്ചതാണെന്നോ അതല്ലെങ്കിൽ ആദ്യമായി പ്രണയത്തിലാണെന്നോ മറ്റോ പറയുമായിരിക്കും. അതെ, ആദ്യമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചതാണെന്ന് പറയുമെന്ന് തന്നെ നമുക്ക് കരുതാം. തീർച്ചയായും. പക്ഷേ ആദിയുടെ അച്ഛനായ പ്രസാദേട്ടൻ പറയുന്നു തുളസിയും ശ്രീഹരിയും തമ്മിലുള്ള വിവാഹത്തിന് അമ്മാവനായ എനിക്ക് സമ്മതമാണെന്ന്. അതോടെ പ്രിയയും ജയനും പറഞ്ഞതില് എന്തോ പാളിച്ചയുണ്ടെന്ന് അവര് മനസ്സിലാക്കും. അവര് തെറ്റിദ്ധരിക്കപ്പെടും.